warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Ashhadu an la ilaha illa Allah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه. صدق الله العلي العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم اقتدوا بالذين من بعد أبي بكر وعمر. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബികൾ, ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന താരീഖുൽ ഖുലഫ എന്ന മഹത്തായ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ക്ലാസ് റൂമിലുള്ള റേഡിയോയിലൂടെയും ഒക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് ഉത്തമ മാതൃകകളായി ഉയർത്തി കാണിച്ചു തന്ന അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ധാരാളം മുഅ്മിനീങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഈ ശബ്ദം ശ്രവിക്കുകയും മഹാന്മാരുടെ ചരിത്രം കേൾക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് ഏറ്റവും മഹോന്നതമായ ഉദാത്തമായ ചരിത്രങ്ങൾ കേൾക്കാനും അത് അറിയാനുമൊക്കെ അല്ലാഹു നമുക്ക് അവസരം ഒരുക്കി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ
ഈ സന്ദർഭത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അസുലഭ അവസരമായി നമ്മൾ കാണുകയും മഹാന്മാരായ സ്വഹാബികളെ കുറിച്ച് പഠിക്കാനും അറിയാനുമൊക്കെ കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തി നമ്മുടെ ജീവിതം ശുദ്ധമാക്കാൻ, ക്രമപ്പെടുത്താൻ നമ്മൾ സ്വയം തയ്യാറാവുകയും ചെയ്യണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ 60-ാം വാർഷിക മഹാസമ്മേളനം ഇപ്പോൾ അതിന്റെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും മഹത്തായ ചെറിയ സമ്മേളനങ്ങൾ, ഉപസംഗമങ്ങൾ താജുൽ ഉലമാ നഗറിൽ നടക്കുകയാണ്. ഇന്നലെയൊക്കെ വലിയ ഒരു സമ്മേളനമാണ് താജുൽ ഉലമാ നഗർ സാക്ഷിയായിട്ടുള്ളത്. സാധാരണ ഗതിയിൽ നമ്മൾ ഒരു ചെറിയ പരിപാടി പ്രതീക്ഷിക്കുമ്പോൾ ഇന്നലെ വലിയ രൂപത്തിൽ ഉള്ള സമ്മേളന പരിപാടികൾ ഇന്നലെ നടക്കുകയുണ്ടായി. സാംസ്കാരിക സമ്മേളനം നടക്കുകയുണ്ടായി. ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ ബഹുമാനപ്പെട്ട ഷേഖുന എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മഹാനവറുകളുടെ 60 വർഷക്കാലഘട്ടത്തിലെ രചനകൾ ക്രോഡീകരിച്ച സംയുക്ത കൃതികളുടെ പ്രകാശനവും അതുപോലെ അതിന് അനുബന്ധമായ സമ്മേളനവും ചർച്ചകളുമൊക്കെ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്മേളനങ്ങളെല്ലാം നല്ല ഇസ്സത്തുള്ള സമ്മേളനങ്ങളാക്കി മാറ്റിത്തരുമാറാവട്ടെ. 60 വർഷക്കാലം കേരളീയ മുസ്ലിം സമുദായത്തിന് ബുദ്ധിപരമായ നേതൃത്വം നൽകി എഴുത്തിന്റെ മേഖല സജീവമായി ഇടപഴകുകയും നമ്മുടെ മദ്രസാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിനുവേണ്ടി ത്യാഗം ചെയ്യുകയും ഒക്കെ ചെയ്ത എം.എ. ഉസ്താദ് വളരെയധികം നമുക്ക് കടപ്പെട്ട മഹാവ്യക്തിത്വമാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അക്ഷരവും നമ്മുടെ മുൻഗാമികളും ഇനി വരാൻ പോകുന്ന ആളുകളുമൊക്കെ പഠിച്ച വിഷയങ്ങൾ അതിന്റെ കാരണക്കാരൻ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിനൊക്കെ ത്യാഗം സഹിച്ച എം.എ. ഉസ്താദ് അവിടുത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ മതിവരില്ല. ഇന്ന് അൽഹംദുലില്ലാ എം.എ. ഉസ്താദിന്റെ സംയുക്ത കൃതികൾ പ്രകാശനം ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപവും കണ്ടതിന് ശേഷമാണ് ഉസ്താദ് അവറുകൾ സന്തോഷത്തോടുകൂടി വിട പറഞ്ഞതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. SYSന്റെ കീഴിൽ റീഡ് ബുക്സ് പ്രസാദനം ചെയ്യുന്ന കേരളീയ പുസ്തക ചരിത്രത്തിലെ ഒരു അത്യപൂർവമായ രചനയാണ് ഇന്ന് ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. 60-ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രകാശന ചടങ്ങും എം.എ. ഉസ്താദിന്റെ അനുസ്മരണ പരിപാടിയുമൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള വലിയ ഒരു ആദരവ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നമ്മുടെ സമ്മേളന നഗരിയിൽ വെച്ച് ഈ സംയുക്ത കൃതികൾ പ്രകാശനം നിർവഹിക്കുകയും അത് TC മമ്മുനി ഹാജി ആദ്യത്തെ പ്രതി ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന മഹത്തായ പരിപാടി നടക്കാൻ പോവുകയാണ്. അതുകൊണ്ടുതന്നെ ആ മഹാനായ ഉസ്താദ് അവറുകളോടുള്ള വലിയ ഒരു
കടപ്പാട് നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് SYS അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളീയ മുസ്ലിങ്ങളുടെ ചിന്താലോകത്തേക്ക് ഒരു പുതിയ പ്രവേശന കവാടമാണ് MA ഉസ്താദിന്റെ ഈ കൃതികളുടെ സമാഹാരം നമുക്ക് നൽകുന്നത്. ഉസ്താദിന്റെ വിവിധങ്ങളായ ചിന്തകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച്, അതുപോലെ തന്നെ മത യുക്തിവാദ വിഷയങ്ങളെക്കുറിച്ച്, കമ്മ്യൂണിസത്തെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ചും ആത്മസംസ്കരണത്തെക്കുറിച്ചുമൊക്കെ, അതിലെല്ലാം ഉപരി ചരിത്രത്തെക്കുറിച്ചും ഉസ്താദ് വല്ലാതെ അവിടുത്തെ പുസ്തകങ്ങളിലൂടെ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കേരളീയ സമസ്തയുടെ നമ്മുടെ ഉന്നതമായ മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രം ആധികാരികമായി പറയാൻ കഴിയുന്ന ചിന്താശക്തിയുള്ള നേതാവായിരുന്നു ബഹുമാനപ്പെട്ട MA ഉസ്താദ്. അതുകൊണ്ടുതന്നെ ആ ഉസ്താദിനോടുള്ള ഏറ്റവും വലിയ ഒരു നന്ദിയും കടപ്പാടുമാണ് ഇപ്പോൾ നമ്മൾ ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിലൂടെ SYS നിർവഹിക്കുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അത് പൂർവോപരി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ റാഹത്തിലും ഭംഗിയിലും ഇസ്സത്തിലുമാക്കി നമ്മുടെ സമ്മേളനങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന്റെ സന്ദർഭങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് ഉള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് ഒരു സൈന്യത്തെ പറഞ്ഞയക്കുന്ന സാഹചര്യം കഴിഞ്ഞ ക്ലാസുകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പറഞ്ഞയച്ചു. എന്നാൽ വഴിയിൽ വെച്ച് മഹാനവറുകൾക്ക് രോഗം ബാധിച്ച് അത് ശക്തമായിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുകയും ആ സൈന്യം വഴിയിൽ വെച്ച് തിരിച്ചു പോരുകയും ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുകയും സ്വഹാബികളുടെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുകയും അത് പല സ്വഹാബികളും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുകയും ചെയ്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായ ധീരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയും വിശുദ്ധമായ ഖുർആൻ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ധീരനെന്ന് ലോകം വാഴ്ത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്ത സംഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വിനയമുള്ള ആളായിരുന്നു, ഏറ്റവും മറ്റുള്ള ആളുകളോട് കാരുണ്യം കാണിക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ ഉമ്മത്തിനോട് കാരുണ്യമുള്ള വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അവിടുത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളോട് ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു. വളരെയധികം ആളുകളെ സ്നേഹിക്കുകയും അവരോട് റഅഫത്തും റഹ്മത്തുമുള്ള വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ മറ്റുള്ള സ്വഹാബികളിൽ നിന്നൊക്കെ അവിടുന്ന് ശജാഅത്തിന്റെ വിഷയത്തിലും ധീരതയുടെ വിഷയത്തിലും
മുൻപനായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തെ മനസ്സിലാക്കി തരുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതൊരു സന്ദർഭത്തിലും മനുഷ്യന്റെ മാനസിക നില പിടിച്ചു നിർത്തുക എന്നുള്ളത് ധീരതയുടെ വലിയ ഒരു അടയാളമാണ്. ചില നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ യുവാക്കൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കുടുംബപരമായോ സാമൂഹികപരമായോ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ആരോഗ്യവും മറ്റുള്ള കഴിവുകളുമൊക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും ഉപകാരപ്പെടാതെ മാനസിക നില തകരാറിലായി പോകുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ധീരത, സ്ഥൈര്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിലും പിടിച്ചു നിൽക്കുകയും ധൈര്യത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ബിറൂനി മൻ അസ്ജഉൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ധീരൻ ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുക എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അൻത, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ധീരനായ വ്യക്തി എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികൾ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ല, ഞാനല്ല ഏറ്റവും ഉന്നതനായ, ഏറ്റവും ധീരതയുള്ള വ്യക്തി ഞാനല്ല. നിങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ ആരെയെങ്കിലും മുന്നിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നേരിടാൻ കഴിയുന്ന തരത്തിൽ വീണ്ടും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, വലാകിൻ അഖ്ബിറൂനി ബി അസ്തഇൻ നാസ്, നിങ്ങൾ എനിക്ക് ഏറ്റവും ധീരനായ വ്യക്തി ആരാണെന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ലാ നഅലമു, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പറയൂ, ഫമൻ, ആരാണ് എന്ന് നിങ്ങൾ പറയൂ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികളോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ധീരനായ വ്യക്തി എന്ന് ഞാൻ പറയുന്നു. കാരണം ഇന്നഹു ലമ്മാ കാന യൗമ ബദർ ഫജഅൽനാ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരീശൻ ഫഖുൽനാ മൻ യകൂനു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅല്ലാ യഹ്വിയ ഇലൈഹി അഹദുൻ മിനൽ മുശ്രികീൻ ഫവല്ലാഹി മാ ദനാ മിന്നാ അഹദുൻ ഇല്ലാ അബൂബക്കറിൻ ശാഹിറൻ ബിസ്സൈഫി അലാ റഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹ്വി ഇലൈഹി അഹദുൻ ഇല്ലാ ഹവ ഇലൈഹി ഫഹുവ അശ്ജഉൻ നാസ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ധീരൻ. കാരണം ഞങ്ങൾ ബദർ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പന്തല് കെട്ടിക്കൊടുത്തു, ഒരു ടെന്റ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, മൻ യകൂനു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅല്ലാ യഹ്വിയ ഇലൈഹി അഹദുൻ മിനൽ മുശ്രികീൻ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഈ പന്തലിൽ ഒരുമിച്ച് നിൽക്കാനുള്ളത്? ഒരൊറ്റ മുശ്രിക്കും ഈ ഭാഗത്തേക്ക് അടുക്കാൻ പാടില്ല. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ ആരാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ഫവല്ലാഹി മാ ദനാ മിന്നാ അഹദുൻ
ഇല്ലാ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, ഞങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ അതിന് തയ്യാറായിട്ടില്ല. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ശിരസിന്റെ മേൽ വന്നുകൊണ്ട് അവിടുന്ന് അതിനുവേണ്ടി സന്നദ്ധരാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഹുവ അശ്ജഉൻ നാസ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരൻ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അപ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ധീരനായി വാഴ്ത്തപ്പെടാൻ പറ്റുന്നത് അത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു എന്ന് ഇതുപോലെയുള്ള സംഭവങ്ങളും സ്വഹാബികളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന്റെ കൂട്ടത്തിൽ പെട്ട ഒന്നായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്തുള്ള ഈ സന്ദർഭത്തെയാണ്. ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വേറൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സഅൽതു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് അൻ അശദ്ദ മാ സനഅൽ മുശ്രികൂന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ പ്രയാസപ്പെടുത്തൽ എന്തായിരുന്നു എന്ന് ഞാൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മുശ്രിക്കീങ്ങൾ നബി തങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ചെയ്ത എന്തു കാര്യത്തെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു ഉഖബത ബിൻ അബി മുഅയ്ത് ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി ഫവളഅ റിദാഅഹു ഫീ ഉനുഖിഹി ഫഖനഖഹു ബിഹി ഖനഖൻ ശദീദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഉഖബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് അവിടുത്തെ പിരടിയിൽ ഉണ്ടായിരുന്ന തട്ടം അത് ശക്തമായി പിടിച്ചു വലിക്കുകയുണ്ടായി. ആ പിടിച്ചു വലിക്കുന്ന സന്ദർഭമുണ്ടായപ്പോൾ ഫജാഅ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹത്താ ദഫഅഹു അൻഹു, ആ സമയത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടുത്തുകൊണ്ട് പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, എന്ത് മൗഢ്യമാണ് നിങ്ങൾ കാണിക്കുന്നത്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ആ റബ്ബിൽ നിന്ന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്ന മനുഷ്യനെ നിങ്ങൾ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട്, അവിടുത്തെ ബുദ്ധിമുട്ടിക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധീരമായി പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയോടിക്കുന്ന രംഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ബഹുമാനപ്പെട്ട ഹൈസ് ബിൻ കലൈബ് തന്റെ മുസ്നദിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ധീരതയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഉഹദ് ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്ന വാർത്ത ശത്രുക്കൾ പ്രചരിപ്പിച്ചപ്പോൾ ജനങ്ങളെല്ലാം, ചില സ്വഹാബികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിന്ന് പിന്തിരിഞ്ഞോടി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി
നബി തങ്ങളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഇസ്ലാം കടന്നു വന്ന സമയത്ത് വളരെ കുറഞ്ഞ എണ്ണം മാത്രം ആളുകൾ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാക്കി അവിടുന്ന് പരസ്യമായി പ്രബോധനം നടത്തുകയും മക്ക ഖുറൈശികളെ മുന്നിൽ വിളിച്ചുകൊണ്ട് അവിടുന്ന് പ്രസംഗിക്കുകയും ചെയ്ത സന്ദർഭം അത് തുടക്ക സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ മുന്നിൽ വെച്ച് കഅബയുടെ സമീപത്ത് വെച്ച് പ്രസംഗം നടത്തുകയും ശത്രുക്കൾ അവിടുത്തെ അടിച്ച് പൊതിരെ തല്ലുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചുറ്റും കൂടിയിരിക്കുന്ന ധാരാളം ശത്രുക്കൾ എല്ലാവരും കൂടി അടിച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണ സന്ദർഭം അവിടുന്ന് പിന്നെയും ആ ദഅവത്തിന്റെ മാർഗം നിർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ അവിടുന്ന് അതിനെ പ്രകടമാക്കുകയും അതിലേക്ക് അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആളുകളെ ക്ഷണിക്കുകയും ചെയ്തു. ഇങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധീരനിൽ ധീരനായിരുന്നു എന്ന് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണിച്ചു തരികയാണ്. എന്തും ഹക്കാവുമ്പോൾ അത് വിളിച്ചു പറയാനും അതിനുവേണ്ടി സന്നദ്ധനാവാനും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ വിട പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ വിഷയങ്ങൾ മനസ്സിലാകുകയും അവിടുന്ന് കരയുകയും ചെയ്ത സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയും സ്വഹാബികൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുക്കുന്ന സന്ദർഭം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ശേഷം ഖലീഫയാവണം എന്ന് ആരെയും കുറിച്ച് വ്യക്തമായി പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുത്തെ സൂചനകളും അവിടുത്തെ വാക്കുകളുമൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുൻഗണന നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, യഖതദു ബില്ലദൈനി മിൻ ബഅദി അബീബക്കറിൻ വ ഉമർ, എനിക്ക് ശേഷം നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ നിങ്ങൾ പിന്തുടരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുൻഗണന നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. വലാ യബ്ഖിയന്ന ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബു അബീബക്കറിൻ, ഒരൊറ്റ ബാബും തന്നെ വാതിലും തന്നെ അവശേഷിക്കുകയില്ല, എല്ലാം അടക്കപ്പെട്ടതായി മാത്രമേ ഉണ്ടാവൂ. ഇല്ലാ ബാബു അബീബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കവാടമൊഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ സൂചിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഹാദാ ഇശാറത്തുൻ ഇലൽ ഖിലാഫത്തി, ഈ പറഞ്ഞത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാവണം എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന, ഖിലാഫത്തിലേക്ക് സൂചിപ്പിക്കുന്ന വചനമാണ് ഈ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അതിന് തെളിവായിട്ട് അവർ പറഞ്ഞു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരിക്കെ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമേ അവിടുന്ന് സമ്മതം കൊടുത്തിട്ടുള്ളൂ.
അതുകൊണ്ട് തന്നെ ഖലീഫയാവാൻ യോഗ്യനായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതുപോലെ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നേതൃത്വത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതിലേക്ക് സൂചന ചെയ്യുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് അൻസ്വാരികൾ ഒരുമിച്ച് കൂടുകയും അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന സ്വഹാബിയെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരികയാണ്. ഇങ്ങനെ ഒരു സന്ദർഭം, ഒരു സാഹചര്യം അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഖുറൈശികളിൽ നിന്ന് ആയിരിക്കണം അടുത്ത നേതാവ് ഉണ്ടാവേണ്ടത്, ഖുറൈശികളിൽ നിന്നായിരിക്കണം എന്ന് ആ ഉത്ബോധിപ്പിച്ച സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്നാണ് ഇമാമുകൾ ഉണ്ടാകുന്നത്, നേതാക്കന്മാർ ഉണ്ടാവേണ്ടത് എന്ന് അവിടുന്ന് പറഞ്ഞതായി ഉള്ള ഹദീസുകളും തിരുവചനങ്ങളുമൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഈ വിഷയം മനസ്സിലാക്കുന്ന സ്വഹാബികൾ, അൻസ്വാരികൾ അവർ ഒരുമിച്ച് കൂടുകയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയത്തെ മനസ്സിലാക്കി അവരിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി സന്നദ്ധരാവുകയും ചെയ്തപ്പോൾ സ്വഹാബികൾ ഒന്നടങ്കം പറയുകയുണ്ടായി, എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് നേതാവണം. അങ്ങനെ സ്വഹാബികൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കി, ഒന്നാമത്തെ ഖലീഫയാക്കി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സ്വഹാബികൾ ഒന്നടങ്കം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ സ്വഹാബികൾക്കിടയിൽ ആര് ഖലീഫയാവണം എന്ന വിഷയത്തിൽ ഒരു തർക്കവും നടന്നിട്ടില്ല. അവർ ഒരു നേതാവ് വേണം എന്ന വിഷയം ചർച്ച ചെയ്യുകയും അവരുടെ കൂട്ടത്തിൽ യോഗ്യനായ, അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് യോഗ്യനായ ഒരാളെ സെലക്ട് ചെയ്യുകയും ചെയ്യുക എന്ന അവരുടെ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരാ ചെയ്ത പരിപാടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ആ സംഭവ സ്ഥലത്തെത്തി അവരോട് കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കലും തന്നെ എന്നെ നേതാവാക്കണം എന്ന വിഷയമല്ല അവിടെ പോയി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയം അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോഴൊക്കെ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ആ സന്ദർഭത്തിൽ നമ്മൾ ധീരമായി അവിടെ ഇടപെടുകയും ആ തീരുമാനത്തെ തിരുത്താനും വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സ്ഥാനങ്ങൾ ചോദിക്കേണ്ടി വരികയും ചെയ്യും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സിറാജുലുദയുടെ തുടക്ക കാലഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, UAE-യിൽ വീണ്ടും കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്, നാശനഷ്ടങ്ങളുടെ അപകടങ്ങളും കാരണമാണ് കാത്തുരക്ഷിക്കണേ എന്ന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ നാശനഷ്ടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും പ്രവാസികളെയും ഒക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ നിന്ന്
മഈശത്തിനു വേണ്ടി വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പോയി ജീവിക്കുന്ന എത്രയോ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വിദേശത്ത് വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിദേശത്തേക്ക് അവർ കടന്നു ചെന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ മറ്റു പ്രയാസങ്ങളും അപകടങ്ങളുമൊക്കെ ഉണ്ടായാൽ അത് ത്വരാത്ത കണ്ണീരായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളെയും രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അതുപോലെ പ്രയാസപ്പെടുത്തുകളിൽ നിന്നുമൊക്കെ നമ്മുടെ എല്ലാ പ്രവാസികളെയും രക്ഷപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ. മഹാന്മാരായ ഹഫളത്തിന്റെ മലക്കുകളുടെ കാവൽ അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ സ്വഹാബികൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മശായിഖുമാർ അവരുടെയൊക്കെ ഹിഫ്ളും മദദും നസ്റും അല്ലാഹു നമുക്കും അവർക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും ഭാര്യ സന്താനങ്ങളിലും അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ വിഷയത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ പലരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധീരമായി അൻസ്വാരികൾ അങ്ങനെ ഒരു നടപടിയെടുത്തപ്പോൾ, തീരുമാനമെടുത്തപ്പോൾ അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു നേതാവ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഖുറൈശിക്കാർക്ക് മാത്രമാണ് അതിന് യോഗ്യത എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ എടുത്ത തീരുമാനം ശരിയല്ല, അത് തിരുത്തണം എന്ന വിഷയം സ്വഹാബികളോട് മറ്റുള്ള അൻസ്വാരികളോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന തന്റെ കടമ, ചുമതല നിർവഹിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ചെയ്ത പരിപാടി തീർത്തും തെറ്റാണ്, ഞാനാണ് നേതാവാകേണ്ടിയിരുന്നത് എന്ന തലത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും സംസാരിച്ചിട്ടില്ല. നബിതങ്ങൾ പഠിപ്പിച്ച ഒരു അറിവ് മൂടിവെക്കാതെ അതിനുവേണ്ടി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉടനടി തീരുമാനമെടുക്കുകയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സിറാജുൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആ പ്രദേശങ്ങളിലൊക്കെ ബിദ്അത്തിന്റെ കക്ഷികൾ, ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുജാഹിദ് പോലെയുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ കൂടുതൽ ഉള്ളതുകൊണ്ട് സ്വന്തം വലിയ തീരുമാനങ്ങൾ ഉസ്താദിന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള മഹല്ലുകൾ 12ഓളം മഹല്ലുകൾ അന്ന് പുത്തൻവാദികളുടെ കൈകളിലായിരുന്നു. അവിടെ നബിദിനാഘോഷവും ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിലും ഒന്നും നടക്കാത്ത തരത്തിൽ പുത്തൻവാദികൾ പിടികൂടി അവരുടെ കയ്യിൽ അമർന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിപ്ലവം അവിടെ നടക്കുന്നത്. ആ സമയത്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി ഉസ്താദ് തീരുമാനിച്ചപ്പോൾ അവിടുത്തെ അതിന്റെ കാര്യദർശി ഉസ്താദിനെ തന്നെ ആക്കണം എന്നുള്ളത് ഉസ്താദ് തന്നെ പറഞ്ഞു എന്ന് ഒരു പ്രസംഗത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചതായി ഞാൻ ഓർക്കുന്നു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, സ്ഥാനമോഹങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തസ്അലിൽ ഇമാറ, നിങ്ങൾ ഇമാറത്തിനെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിയാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും എന്ന വിഷയം ഉസ്താദ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ശത്രുക്കൾ അവരുടെ പിടിയിൽ അമർന്നു പോകുമോ എന്ന് ഭയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഞാനില്ലാതെ എന്റെ ആവശ്യമില്ലാതെ ഇത് വേണ്ട രൂപത്തിൽ നടക്കുകയില്ല എന്ന് തോന്നുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് അവർകൾ കിതാബിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതായി എന്റെ ചെറുപ്പത്തിലുള്ള ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ അങ്ങനെയൊന്നും ചെയ്തതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അറിവിനെ
ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വിഷയം സ്വഹാബികൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വഹാബികൾ മനസ്സിലാക്കി അവർ അടുത്ത തീരുമാനത്തിലേക്ക് തുനിയുകയും ഖുറൈശികളിൽ നിന്നുള്ള നേതാവ് ആരാവണം എന്ന തീരുമാനമുണ്ടാവുകയും എല്ലാവരും ഏകോപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാം ഖലീഫയായി അവർ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തേക്ക് അഥവാ അവിടുത്തെ ഖലീഫയായി അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സ്നേഹവും ആദരവും അവിടുന്ന് അതിനുശേഷവും പുലർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം നമുക്ക് കാണാം. ലം യജ്ലിസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫീ മജ്ലിസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബരി ഹത്താ ലഖിയ അല്ലാഹ് വലം യജ്ലിസ് ഉമർ ഫീ മജ്ലിസ് അബീ ബക്കർ ഹത്താ ലഖിയ അല്ലാഹ് വലം യജ്ലിസ് ഉസ്മാൻ ഫീ മജ്ലിസ് ഉമർ ഹത്താ ലഖിയ അല്ലാഹ് റളിയല്ലാഹു അൻഹും. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ആദരവിന്റെയും പാഠമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന മിമ്പറിന്റെ ആ സ്ഥാനത്ത് ഒരിക്കലും തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നിട്ടില്ല. ഞാൻ വലിയ നേതാവായി ഇനി എനിക്ക് എവിടെയും ഇരിക്കാം, എന്തു കാര്യവും ചെയ്യാം, ആരോടും എന്തും കൽപ്പിക്കാം എന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിക്കുകയോ കരുതുകയോ ചെയ്തിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന മിമ്പർ, ആ മിമ്പറിന്റെ സ്ഥാനത്ത് നബി തങ്ങൾ ഇരുന്ന അതേ സ്ഥാനത്ത് ഒരിക്കലും തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നിട്ടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാരണം അവിടുത്തോടുള്ള സ്നേഹവും അവിടുത്തോടുള്ള ഇഷ്കും ആദരവും ആ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിനയഭാവവും ഒക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശേഷം പറഞ്ഞു, വലം യജ്ലിസ് ഉമർ ഫീ മജ്ലിസ് അബീ ബക്കർ. അതേസമയം അതിനുശേഷം രണ്ടാം ഖലീഫയായി കടന്നുവന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനത്ത് അവർ ഇരുന്ന മിമ്പറിന്റെ ആ പടിയിന്മേൽ അവിടുന്ന് ഒരിക്കലും തന്നെ ഇരുന്നിട്ടില്ല. ഹത്താ ലഖിയ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അവിടുത്തെ വഫാത്ത് വരെ അവിടുന്ന് അങ്ങനെ ഇരുന്നിട്ടില്ല. ശേഷം പറയുന്നു, വലം യജ്ലിസ് ഉസ്മാൻ ഫീ മജ്ലിസ് ഉമർ ഹത്താ ലഖിയ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് അവരിരുന്ന ആ സ്ഥാനത്ത് ഇരുന്നിട്ടില്ല എന്നും അവിടുന്ന് പറയുകയാണ്. അപ്പൊ സ്വഹാബികൾക്കിടയിൽ സ്ഥാനമാനങ്ങളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പവറിന്റെയും അടിസ്ഥാനത്തിൽ അഹങ്കാരം പ്രകടിപ്പിക്കാൻ അവരാരും തന്നെ തുനിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖലീഫയാണ് ഞാനെങ്കിലും ഞാൻ അവിടുന്ന് ഇരുന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ശേഷം വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അത്ര യോഗ്യതയുള്ള വ്യക്തിയല്ല, അവിടുത്തേക്കാൾ എത്രയോ താഴ്ന്ന വ്യക്തിയാണ് ഞാൻ എന്ന വിനയത്തിന്റെ ഭാവം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നു. അതിനുശേഷം വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ചും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്ന സീറ്റിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയായി വന്നപ്പോൾ അവിടുന്ന് ഇരുന്നിട്ടില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ആദരവിന്റെയും സ്നേഹത്തിന്റെയും അതോടുകൂടെ തന്നെ അവരുടെ വിനയഭാവത്തിന്റെയും ഒക്കെ ബഹിസ്ഫുരണങ്ങളാണ് ഈ സംഭവത്തിലൂടെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ചരിത്രത്തിന്റെ ഏടുകൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഞാനൊരു ഖലീഫയായി എന്നതിന്റെ പേരിൽ, എനിക്ക് സ്ഥാനം കിട്ടി എന്നതിന്റെ പേരിൽ എടുത്തു കാണിക്കാനും അതിന്റെ പേരിൽ അഹങ്കരിക്കാനും ഹുങ്ക് നടിക്കാനും ഒന്നും അവര് സന്നദ്ധരായിരുന്നില്ല എന്ന് ഈ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്.
ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയായി കടന്നു വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഫാത്തിന് മുമ്പ് ഷാമിലേക്ക് ഒരു സൈന്യത്തെ അയക്കുകയാണ്. ഷാമിലേക്ക് പറഞ്ഞയച്ച ആ സൈന്യം വഴിയിൽ വെച്ച് തിരിച്ചു വന്ന സന്ദർഭം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഫനുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ അവിടുന്ന് എടുക്കുന്ന നടപടി വളരെ വലിയ പ്രസക്തമാണ്. അവിടുന്ന് ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു വെച്ച ആ സൈനിക നടപടി തുടർന്ന് ഉടൻ തന്നെ നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ചെയ്തതിന്റെ ബാക്കി ചെയ്യുകയും അവിടുന്ന് ചെയ്തതുപോലെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ അർപ്പിതമായിരിക്കുന്ന കടമ എന്നുള്ളതുകൊണ്ട് അവിടുത്തെ അന്തിമ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമാപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഷാമിലേക്ക് നിങ്ങളുടെ നേതൃത്വത്തിൽ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ ഷാമിലേക്ക് സൈനിക നടപടിയെടുക്കു വേണ്ടി പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് ഇനി അവിടുത്തെ വഫാത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉടൻ ഷാമിലേക്ക് പുറപ്പെടണം എന്ന് ഭരണാധികാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ആ സന്ദർഭത്തിൽ ചില സ്വഹാബികൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഉസാമത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ചെറിയ വ്യക്തിയാണ്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഉസാമത്ത് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ ഈ സൈനിക നടപടിയെടുക്കുമ്പോൾ എത്രയോ വലിയ ആരോഗ്യവാന്മാരായ നേതൃത്വ സ്വഭാവ ഗുണങ്ങളുള്ള വലിയ വലിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ ആരെങ്കിലും ഒരാളെ ഇതിന് നേതൃത്വത്തിന്റെ ചുമതല നിങ്ങൾ കൊടുക്കുകയായിരിക്കും നല്ലത് എന്ന രൂപത്തിൽ ചില സ്വഹാബികൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചപ്പോൾ അവിടുന്ന് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ മുഖം വിവരണമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ച ഒരു തീരുമാനം അതിന്റെ പൂർണ്ണതയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് വന്നുകൊണ്ട് അതിന് എതിരെ നിൽക്കുക അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ ചിന്തിക്കാൻ കഴിയാത്ത ചില ആളുകൾ ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാവണം എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്വാഭാവികമായും ദേഷ്യം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത തീരുമാനമാണ് ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെ സൈന്യാധിപനായി നേതാവായി പറഞ്ഞേക്കുക എന്നുള്ളത്. ആ തീരുമാനത്തെയാണ് ഞാനിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് എന്റെ സ്വന്തം തീരുമാനമല്ല. എന്റെ സ്വന്തം തീരുമാനമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനമായതുകൊണ്ട് ഇത് അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത് എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയും അങ്ങനെ ആ രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ വലിയ വലിയ സ്വഹാബികൾ ഷാമിലേക്ക് പോവുകയും അവിടെ തന്റെ പിതാവിനെ വധിച്ച ശത്രുക്കളെ ശക്തമായി നേരിടുകയും ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ വിജയം വരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ആ വിജയം വരിച്ചപ്പോൾ ഒരൊറ്റ സ്വഹാബിക്ക് പോലും ഇസ്ലാമിക പക്ഷത്ത് നിന്നുള്ള ഒരാൾക്ക് പോലും ഒരു പോറലേൽക്കാതെ പ്രയാസങ്ങളില്ലാതെ വധിക്കപ്പെടാതെ തിരിച്ച് വിജയശ്രീ ലാളിതരായി
തിരിച്ചു വരികയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത തീരുമാനം. അത് അപ്പടി നടപ്പിലാക്കുക എന്നുള്ളത് ആദ്യമായി തന്നെ ആ പദ്ധതി തുടർന്നു വന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ കൂട്ടത്തിൽ വലിയ ഉന്നതന്മാരായ സ്വഹാബികൾ ഉണ്ടായിട്ടും നബി തങ്ങൾ എടുത്തൊരു തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അത് എന്താണെങ്കിൽ പോലും എതിര് നിൽക്കാതിരിക്കാനും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്നദ്ധനാവുകയും ഉടൻ തന്നെ ആ പരിപാടികൾക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള സന്നദ്ധത അവിടുന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനെ ചോദ്യം ചെയ്തവർക്കെതിരെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപടിയെടുക്കുകയും അവരോട് ശക്തമായ ഭാഷയിൽ അതിനെ താക്കീത് ചെയ്യുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ വേണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചതുപോലെ തന്നെ പറഞ്ഞേക്കാൻ വേണ്ടി സന്നദ്ധരാവുകയാണ്. ഇങ്ങനെ ആദ്യമായി ഖിലാഫത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനം അത് വളരെ പ്രസക്തവും ധീരവും ഉദാത്തവുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ കുറഞ്ഞ രണ്ടു വർഷ കാലഘട്ടത്തോളം ഉള്ള അവിടുത്തെ ആ ഭരണ കാലഘട്ടം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ചില ആളുകളതാ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ചില കള്ളപ്രവാചകന്മാർ കടന്നുവരുന്നു. ചില ആളുകൾ സക്കാത്ത് പോലെ ഇസ്ലാമിന്റെ നിയമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. സമ്പത്തിനോട് കൂടുതൽ താല്പര്യമുള്ള ചില ആളുകൾ വിശുദ്ധമായ ഖുർആൻ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇനി മുതൽ ഒരിക്കലും തന്നെ സക്കാത്ത് കൊടുക്കില്ല. കാരണം വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് സക്കാത്ത് കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ ശബ്ദം അവിടെ മുഴങ്ങി. അവിടുന്ന് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനിയും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ എനിക്ക് സാധിക്കും. അതിന് ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും ഞാൻ അതിന് സന്നദ്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരൊട്ടകത്തിന്റെ കയറ് ആ ഒട്ടകത്തോടുകൂടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് വാങ്ങാനും എനിക്കറിയാം, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും എന്ന് ശക്തമായ ഭാഷയിൽ ധീരമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും ജനങ്ങളെ അങ്ങനെയുള്ള തെറ്റായ വിചാരങ്ങളിൽ നിന്ന് മാറ്റാനും അതുപോലെ സമ്പത്തിനോട് കൂടുതൽ പ്രേമം പ്രകടിപ്പിച്ച ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അല്ലാത്ത കാലഘട്ടത്തിലും അന്ത്യനാൾ വരെ അത് നിയമമാണ് എന്ന വിഷയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. ഇതാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ചെയ്ത നടപടിക്രമങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓരോന്നോരോന്നായി പൊന്തി വരുന്ന ഒരു സന്ദർഭമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം. മുസൈലമത്തുൽ കദ്ദാബ് അടക്കമുള്ള കള്ളപ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ അവർക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുകയും അവനെ വധിക്കാൻ വേണ്ടി സൈന്യത്തെ പറഞ്ഞേക്കുകയും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സൈന്യം കൊണ്ട് വധിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇസ്ലാമിക ശത്രുക്കൾക്കെതിരെ ധീരമായ നിലപാടുകൾ എടുക്കാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രാഥമികമായ നടപടിക്രമങ്ങളിൽ നിന്ന് തന്നെ അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയം അൻസാരികൾ ആ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻസാരികൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. അൻസാരികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്നും ഓരോ അമീറുകളെ നമുക്ക് തെരഞ്ഞെടുക്കാം. അൻസാരികൾ പറഞ്ഞു. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, യാ മഅശറൽ അൻസാർ അലസ്തും തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അമറ അബൂബക്കറിൻ അൻ യഉമ്മൻ നാസ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമത്ത് നിൽക്കണം എന്ന് കൽപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻഗണന നൽകി അവിടുത്തെ നിങ്ങൾ സെലക്ട് ചെയ്യാത്തത് എന്തായിരുന്നു എന്ന് അൻസ്വാരികൾ ഒരുമിച്ചുകൂടി ഇങ്ങനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് അവര് പറഞ്ഞു, നഊദു ബില്ലാഹി അൻ നതഖദ്ദമ അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുന്തിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു എന്ന് അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിലും നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് ഇജ്തമഅ അന്നാസു ഫീ ദാരി സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ച് സ്വഹാബികൾ ഒരുമിച്ച് കൂടി. ആ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈ സമയത്ത് അൻസാരികളായ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ പറഞ്ഞു, അവിടുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇസ്തഅമല റജുലൻ മിൻകും ഖുറിന മഅഹു റജുലൻ മിന്നാ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതോട് കൂടെ തന്നെ അൻസാരികളിൽപ്പെട്ട ഒരാളെയും ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധികാരത്തിന്റെ വിഷയം രണ്ട് ആളുകളിൽ നിന്നും ഓരോരുത്തരെ വീതം വെക്കുകയായിരിക്കും നല്ലത് എന്ന് അവർ പറഞ്ഞ സന്ദർഭം. ആ സന്ദർഭത്തിൽ അൻസാരികളായ ചിലരൊക്കെ അതിനെ പിന്താങ്ങിക്കൊണ്ട് പറയുകയാണ്. ഈ സമയത്താണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, അത്തഅലമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിനൽ മുഹാജിരീൻ വഖലീഫതുഹു മിനൽ മുഹാജിരീൻ വനഹ്നു കുന്നാ അൻസാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനഹ്നു അൻസാറു ഖലീഫതിഹി കമാ കുന്നാ അൻസാറുഹു. ثم أخذ بيد أبي بكر رضي الله عنه فقال هذا صاحبكم فبايعه عمر رضي الله عنه ثم بايعه المهاجرون والأنصار وصعد أبو بكر المنبر فنظر في وجوه القوم. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിരീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. അവിടുത്തെ ഖലീഫ ആ ഖലീഫയും മുഹാജിരീങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വനഹ്നു കുന്നാ അൻസാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായം ചെയ്ത ആളുകളാണ്, നമ്മൾ അൻസാരികളാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച നമ്മൾ നഹ്നു അൻസാറു ഖലീഫതിഹി കമാ കുന്നാ അൻസാറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായികളാണ് നമ്മൾ എന്നതുപോലെ അവിടുത്തെ ഖലീഫയുടെയും അൻസാറുകളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആദ്യമായി ബൈഅത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹദാ സ്വാഹിബുക്കും, ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബൈഅത്ത് ചെയ്തു. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ബൈഅത്ത് ചെയ്തു. മുഹാജിരികൾ ബൈഅത്ത് ചെയ്തു, അൻസ്വാരികളും ബൈഅത്ത് ചെയ്തു. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മിമ്പറിൽ കയറുകയാണ്. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളിലേക്കൊക്കെ നോക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ല. സുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തോട് പറഞ്ഞു, ഖുൽത ഇബ്നു അമ്മത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹവാരിയുഹു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തോട് പറഞ്ഞു, നീ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എളാപ്പയുടെ മകനായ നീ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. നബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു, ലാ തസ്രീബ യാ ഖലീഫത യാ റസൂലല്ലാഹ്, ലാ തസ്രീബ യാ ഖലീഫത റസൂലില്ലാഹ്. നിങ്ങൾ ഒരിക്കലും തന്നെ വിഷമിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ എല്ലാവരും അവിടുന്ന് ബൈഅത്ത് ചെയ്യുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീണ്ടും നോക്കി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വിളിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ അലി റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹു കടന്നു വരികയും അവിടുന്ന് അവിടുത്തോട് പറയുകയും ചെയ്തപ്പോൾ, ചോദിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് ഉടൻ തന്നെ ബൈഅത്ത് ചെയ്യുകയാണ്. അങ്ങനെ സ്വഹാബികൾ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്വഹാബികളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അവരാരും തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എതിര് പറയുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയിച്ചു തരികയാണ്. ഇങ്ങനെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഷിയാക്കൾ പറയുന്നത് പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ ഖിലാഫത്തിനെ തട്ടുകൊടുത്തതല്ല, മറിച്ച് സ്വഹാബികൾ ഒന്നടങ്കം ഏകോപിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി, ഭരണാധികാരിയായി തെരഞ്ഞെടുക്കുന്ന, ബൈഅത്ത് ചെയ്യുന്ന, അംഗീകരിക്കുന്ന രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ അതിനെ എതിർത്തില്ല, അതിനെ സ്വീകരിക്കാതിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തസ്അലിൽ ഇമാറ, ഇമാറത്തിനെ നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ പാടില്ല, അധികാരത്തെ ചോദിച്ചു വാങ്ങാൻ പാടില്ല. അതേസമയം ഒരു സമൂഹം നിങ്ങളെ നേതാവാക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാവും എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എതിർക്കാതെ തന്റെ ഉള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തി ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി അവിടുന്ന് തയ്യാറാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാം ഖലീഫയായി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമതല ഏൽക്കുമ്പോൾ നബിതങ്ങൾ അവശേഷിപ്പിച്ച അല്ലെങ്കിൽ അവിടുത്തെ അവസാനമായി നടപടി സ്വീകരിച്ച ഉസാമത്തുൽ സൈന്യത്തെ പറഞ്ഞയക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നബിതങ്ങൾക്ക് ശേഷം സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന പുത്തൻവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം വിശുദ്ധമായ ഖുർആനിനെ എന്നു കാണുന്നത് പോലെ രണ്ട് ചട്ടക്കൂടിലാക്കി ഒരുമിച്ച് കൂട്ടി അതിനെ ജംഅ് ചെയ്തു എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
അത് യമാമ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. യമാമ യുദ്ധത്തിൽ ധാരാളം ഹാഫിദുകൾ, വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിദുകൾ വഫാത്തായ സന്ദർഭം. ഈ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, എന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, ഈ യമാമയിൽ ധാരാളം ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ധാരാളം ആളുകൾ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അതിനെ ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലുകളിലും അതുപോലെ തന്നെ തോലുകളിലും എഴുതി വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലുമൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം അതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഇന്ന് കാണുന്നത് പോലെ മുസ്ഹഫ് രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രമരൂപത്തിൽ മനഃപ്പാഠമാക്കിയ സ്വഹാബികൾ മാത്രമാണ് അന്നത്തെ ഖുർആൻ, അവരുടെ ഹൃദയങ്ങളാണ് അന്നത്തെ ഖുർആൻ പരിപൂർണമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹാഫിദുകൾ ഇങ്ങനെ വിശുദ്ധ യുദ്ധത്തിൽ വെച്ച് ഷഹീദായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഈ യുദ്ധത്തിൽ നമുക്ക് ധാരാളം ഹാഫിദുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഭയമുണ്ട്, നമ്മുടെ ഖുറാകൾ ഇനിയും വധിക്കപ്പെട്ടാൽ വിശുദ്ധമായ ഖുർആൻ നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്ന ഭരണാധികാരിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈഫ അഫ്അലു ഷൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? കണ്ടോ, ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഖിലാഫത്തിന്റെ മധുരം നമ്മൾ കാണുന്നത്. നബി തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും എന്നാണ് ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അപ്പോൾ ഈ മുജാഹിദുകൾ ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതല്ല, ഈ രൂപത്തിലാണ് ആളുകളെ വസ്വാസാക്കാൻ വേണ്ടി മുജാഹിദുകൾ ചോദിക്കുന്നത്. നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ? നബിദിനാഘോഷം എന്നുള്ള ആഘോഷം സുന്നികൾ ഇന്ന് ചെയ്യുന്നത് പോലെ നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ? സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? താബികൾ ചെയ്തിട്ടുണ്ടോ? ഇമാമുമാർ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ വല്ലാഹി ഖൈർ, ഇത് ഖൈറായ കാര്യം തന്നെയാണല്ലോ, അതുകൊണ്ട് ഇത് ചെയ്യേണ്ടതുണ്ട് എന്ന് വീണ്ടും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് ക്രോഡീകരിച്ച് രണ്ട് ചട്ടക്കൂടിലാക്കുക എന്ന കർമ്മത്തെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, എന്നാൽ ഞാൻ ചെയ്യണോ എന്നുള്ള രൂപത്തിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. പക്ഷേ ഖൈറായ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ നബിതങ്ങൾ അത് ചെയ്തു കാണിച്ചിട്ടില്ലെങ്കിലും അത് ഖൈറായ കാര്യമായതുകൊണ്ട്, ദീനിലൊരു ഒരു ഖൈറായ കാര്യമായതുകൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നബിദിനാഘോഷങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന രൂപത്തിൽ ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അതിന്റെ വിവിധ രൂപങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, എന്നെ സൃഷ്ടിക്കപ്പെട്ടത് തിങ്കളാഴ്ചയാണ്, എന്നെ നിയോഗിക്കപ്പെട്ടത് തിങ്കളാഴ്ചയാണ് എന്ന് നബിതങ്ങൾ പറയുകയാണ്. അപ്പോ നബിതങ്ങളെ സൃഷ്ടിച്ചതിന്റെ പേരിലും അതുപോലെ തന്നെ അവിടുത്തെ നിയോഗിക്കപ്പെട്ടതിന്റെ പേരിലും അവിടുന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
കണ്ടോ, നിബിതങ്ങൾ തന്നെ ശുക്ർ ചെയ്യുന്ന രൂപം, നിബിതങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ രൂപം നിബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിബിതങ്ങൾ പഠിപ്പിച്ചത് നോമ്പെടുത്തുകൊണ്ടാണ്, അഥവാ ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ആ നന്ദി പ്രകടനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കും ആ നന്ദി പ്രകടനം നടത്താം. അത് നോമ്പെടുത്തുകൊണ്ട് വേണമെങ്കിൽ നടത്താം. അതുപോലെ തന്നെ ഇബാദത്തിന്റെ ഏത് ഇനങ്ങൾ ഉപയോഗപ്പെടുത്തിയും നമുക്ക് ആ നന്ദി പ്രകടനം നടത്താം. ആ നന്ദി പ്രകടനമാണ് നമ്മൾ മൗലിദാഘോഷത്തിന്റെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുന്നത്, റാലി നടത്തുന്നത്, പ്രസംഗങ്ങൾ നടത്തുന്നത്, അതുപോലെ തന്നെ മദ്ഹി ഗാനങ്ങളും മറ്റു പരിപാടികളൊക്കെ നടത്തുന്നത്. ഈ ശുക്റിന്റെ ഭാഗമാണ്, നന്ദി ചെയ്യുന്നതിന്റെ ഭാഗമാണ്, സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. ഇത് നടത്താൻ പറ്റുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹദീസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. കാരണം നബിതങ്ങൾ തന്നെ അവിടുത്തെ ഒരു ആരാധനാ കർമ്മം കൊണ്ട് തന്റെ ജന്മദിനം ആഘോഷിച്ചതായി, അല്ലെങ്കിൽ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതായി, ശുക്ർ പ്രകടിപ്പിച്ചതായി വ്യക്തമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം എന്ന നിലക്കാണ് ആ ആരാധനയിൽ നിന്ന്, ആരാധന എന്ന നിലക്ക്, ഇബാദത്ത് എന്ന നിലക്ക് നമ്മൾ നബിതങ്ങളുടെ മദ്ഹുകൾ പറയുന്നു, അവിടുത്തെ മേൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, അതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തെയും ആശയത്തെയും ഒക്കെ പ്രസംഗിക്കുകയും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ആ മഹബത്തിന്റെ ഭാഗമാണ്, ശുക്റിന്റെ ഭാഗമാണ്, ഇബാദത്തിന്റെ ഭാഗമാണ്. അതാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈഫ അഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഖൈർ, ഹുവ വല്ലാഹി ഖൈർ, ഇത് വലിയ ഉത്തമമായ ദീനിൽ ഖൈറായ ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് നടത്താം എന്ന് പറയുകയും ഫലം യസ്ൽ ഉമർ യുറാജിഉനി ഫീഹി, നബി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ വിഷയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോട് ഇങ്ങനെ പലപ്പോഴും ആവർത്തിച്ചു. ഹത്താ ശറഹല്ലാഹു ലിദാലിക സദ്രി, അങ്ങനെ ഈ വിഷയത്തിലേക്ക് അല്ലാഹു എന്റെ ഹൃദയം തുറന്നു തന്നു. അപ്പൊ ഫറഅയ്തുൽ ലദീ റഅ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തോട് എന്റെ അഭിപ്രായം യോജിച്ചു വന്നു. എനിക്കും തോന്നി ഇത് ഖൈറായ ഒരു കാര്യം തന്നെയാണല്ലോ, ഇത് ദീനിൽ നന്മയുള്ള ഒരു കാര്യം തന്നെയാണല്ലോ, അതുകൊണ്ട് ഇത് പറ്റും എന്നതിലേക്ക് എന്റെ മനസ്സും പോവുകയും അല്ലാഹു എന്റെ ഹൃദയം അതിലേക്ക് തുറന്നു തരികയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അടുത്തുണ്ടായിരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക ശാബുൻ ആഖിലുൻ, നീ നല്ല ബുദ്ധിമാനായ ഒരു യുവാവാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യവചനത്തെ, അവിടത്തേക്ക് ലഭിക്കുന്ന വഹീനെ അവിടത്തേക്ക് വേണ്ടി എഴുതി കൊടുക്കുന്ന ആളുമാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നന്നായിട്ട് പരിശോധിച്ച് അറിയുന്ന വ്യക്തി എന്ന നിലക്ക് വിശുദ്ധമായ ഖുർആനിനെ നീ ജംഅ് ചെയ്യണം എന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി വിളിച്ചുകൊണ്ട് പറയുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു പർവ്വതമെടുത്ത് അത് ഒന്നും നീക്കിവെക്കാൻ പറയുന്നതിനേക്കാൾ വലിയൊരു പ്രയാസമുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം ശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കളിക്ക് പറ്റുന്ന ഒരു വിഷയമല്ല, മറിച്ച് അത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ ദൂതർക്ക് ലഭിക്കുന്ന അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യവചനങ്ങളാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ അതിന് വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ഭീമമായ അബദ്ധങ്ങൾ അതിൽ വന്നുപോയാൽ, അല്ലെങ്കിൽ ചെറിയൊരു അബദ്ധം അതിൽ പറ്റിപ്പോയാൽ അത് അല്ലാഹുവിന്റെ കലാമിൽ പറ്റുന്ന പെശകായി മാറും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിപ്പോയി, ഒരു പർവ്വതമെടുത്ത് ഒന്ന് നീക്കിവെക്കണം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കത് ഭാരമായിട്ട് ഈ വിശുദ്ധമായ ഖുർആൻ എന്നോട് ജംഉ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോയി എന്ന് എന്റെ മനസ്സിലപ്പോ തോന്നി. എന്നിട്ട് അപ്പൊ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തഫഅലാനി ശൈഅൻ ലം യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ രണ്ടാളും എങ്ങനെ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ വല്ലാഹി ഖൈർ,
ഉമർ റളിയല്ലാഹു അൻഹു മുമ്പ് പറഞ്ഞതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഇത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്, അതുകൊണ്ട് നീ ഇത് ചെയ്യണം എന്ന് എന്നോട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിഷയത്തെ വിശുദ്ധമായ ഖുർആനിനെ ഒരുമിച്ചു കൂടാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങൾ നടത്തുകയും എല്ലുകളിലും മുള്ളുകളിലും കല്ലുകളിലും അതുപോലെ തന്നെ തോലുകളിലുമൊക്കെ എഴുതി വെച്ചിരുന്ന ആ ഖുർആൻ രേഖകളെ ഞാൻ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളുടെ അവരുടെ ഓത്തുകളിൽ നിന്നും ഖിറാത്തുകളിൽ നിന്നുമൊക്കെ ശേഖരിച്ച് വിശുദ്ധമായ ഖുർആൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെയാണ് ആദ്യമായി വിശുദ്ധമായ ഖുർആൻ ആ കാലഘട്ടത്തിൽ 2 ചട്ടക്കൂട്ടിലായി ഒരുമിച്ച് കൂട്ടുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന വലിയൊരു സേവനമായിരുന്നു. ആ വിശുദ്ധമായ ഖുർആൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്ത് ആകുന്നത് വരെ ബഹുമാനപ്പെട്ടവരുടെ സമീപത്ത് തന്നെ ഒരുമിച്ച് കൂട്ടുകയും അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവശവും ശേഷം അവിടുത്തെ പുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കൈവശം അത് ഉണ്ടാവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ യഅല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, അലമുന്നാസു അജ്റൻ ഫിൽ മസാഹിഫി അബൂബക്കറിൻ, മുസ്ഹഫിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇന്ന അബൂബക്കർ കാന അവ്വലു മൻ ജമഅൽ ഖുർആന ബൈനൽ ലൗഹൈൻ, ആദ്യമായി 2 ചട്ടക്കൂട്ടിലായി വിശുദ്ധമായ ഖുർആനിനെ ക്രോഡീകരിച്ചത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ മുസ്ഹഫിന്റെ വിഷയത്തിൽ പ്രതിഫലം കിട്ടുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരിക്കും എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ആദ്യമായി വിശുദ്ധമായ ഖുർആനിനെ ക്രോഡീകരിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമയം കുറച്ചുകൂടി പോയിട്ടുണ്ട്, നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ലൈവുകളോ പരിപാടികളോ ഉണ്ടെങ്കിൽ അത് തുടരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സമ്മേളനം അടുത്തു കഴിഞ്ഞു. അതിന്റെ ഇപ്പോ തന്നെ റെക്കോർഡും നമ്മുടെ ആ പ്രദേശങ്ങളുമൊക്കെ വലിയ ആരവവും അതുപോലെ തന്നെ ലഹരിയിലാണ്. നമ്മുടെ സമ്മേളനത്തിന്റെ സുന്നി ലഹരിയിൽ അവിടെ ആകെ നിലകൊള്ളുകയാണ്. ഇപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജറായ ബഹുമാനപ്പെട്ട ആദിർശേരി മുഹീദ്ദീൻ ലത്തീഫിയും അതുപോലെ തന്നെ നമ്മുടെ കരീം കൈയുടെ അനിയൻ യഹിയ വാലയിലും കൂടി ഇപ്പൊ അവിടത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വെറുമൊരു പുറപ്പെടലല്ല, ബൈക്കിൽ പ്രചരണത്തിന്റെ ഫ്ലക്സുകളും കൊടിയും ഒക്കെ പ്രത്യേക രൂപത്തിൽ സംവിധാനിച്ചുകൊണ്ട് ഇന്ന് ളുഹർ നിസ്കരിച്ചതിന് ശേഷം ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്രയിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രചരണാർത്ഥം മർക്കസുദ് ദഅവയുടെ തിരുവമ്പാടി നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രചരണാർത്ഥം ആണ് അവർ രണ്ടാളും അതിനുവേണ്ടി സന്നദ്ധരാവുക കൂടി ചെയ്തിട്ടുള്ളത്. നമ്മുടെ സമ്മേളനത്തിന് വേണ്ടി പ്രചരണവും അതോടുകൂടെ തന്നെ സ്ഥാപനത്തിന്റെ പ്രചരണവും കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അവർ പുറപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. യാത്രയിൽ അല്ലാഹുവിന്റെ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കരീം കാക്ക് തിരുവമ്പാടി സ്പേസ് കരീം കാക്ക് ചെറിയ അസുഖങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് അസുഖമുണ്ടെങ്കിലും നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെയും അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള സ്വാലിഹീങ്ങളായ ആളുകളുടെയും ഒക്കെ ബറക്കത്തുകൊണ്ട്, നമ്മൾ പറഞ്ഞ ഇൽമിന്റെയും കേട്ട ഇൽമിന്റെയും ഒക്കെ ബറക്കത്തുകൊണ്ട് എല്ലാ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി നൽകുമാറാവട്ടെ. മരണം വരെ നമ്മെയും അവരെയും ഒക്കെ നല്ല ആഫിയത്തോടുകൂടി ജീവിക്കുന്ന, ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന, അതുപോലെ തന്നെ അല്ലാഹുവിന് ത്വാഅത്തിലായി വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അവരെയും നമ്മയും ഒക്കെ ഒരുമിച്ച് കൂട്ടി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അതുപോലെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും
ഏൽപ്പിച്ച ആളുകൾക്ക് തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. ധാരാളം അറിവ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവർക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനും അത് കേൾക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പകർത്താനുമൊക്കെ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും സ്വാലിഹീങ്ങളോടൊപ്പം മുത്തക്കീങ്ങളോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, ഭാര്യ സന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകിയ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ എല്ലാത്തിലും നിന്റെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ താലീം തദ്രീസ് ബൈത്തുകളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കന്മാർ ശൈഖുന കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ സമസ്തയുടെ അജയ്യരായ നേതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഇസ്സത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നേതാക്കന്മാരുടെ ആയുസ് നീട്ടിക്കൊടുത്തുകൊണ്ട് ഈ സമുദായത്തിന് നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഈ സമൂഹത്തിന്, നമ്മുടെ ഉമ്മത്തിന് നീ നല്ല ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അവരുടെ കീഴിലായി ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. KMC റേഡിയോയിലൂടെയും അല്ലാതെയുമായി ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരെയും അറിയുന്നവനാണ് നീ. എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടങ്ങളും വീട്ടണേ റഹ്മാനെ. നമ്മുടെ SSLC വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളുമൊക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. അവർക്ക് നീ ഇസ്സത്തുള്ള വിജയം നൽകണേ റഹ്മാനെ. നമ്മുടെ KMSയിലൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മക്കൾ, സഹോദരന്മാരൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കരീംകയുടെ മകനും നമ്മുടെ സ്ഥാപനത്തിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ എല്ലാവരുടെയും പരീക്ഷകളിൽ അല്ലാഹുവേ നീ നല്ല ഇസ്സത്തുള്ള വിജയം നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയിപ്പിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സഹോദരന്മാർ, മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾ, സംഘടനാ ബന്ധുക്കൾ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ സ്നേഹിക്കുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمن تعلقوا بنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. الله تعالى السلام على خير الكريم. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ KMC കരീംകാക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കാമല്ലോ സുഹൃത്തുക്കളെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أولا نشكركم شكرا جزيلا من أعماق قلوبنا وجزاكم الله خير الجزاء. ونسأل الله سبحانه وتعالى أن يوفقنا وإياكم لخدمة دينه ولإشاعة علومه ولاتباع مرضاته ولزيارة الحرمين الشريفين بجاه سيد الكونين. വോളിയം ഇപ്പോൾ ഓക്കെ ആയില്ലേ ഷഫീഖ്? വോളിയം ഇപ്പം റെഡി ആയില്ലേ? അതെ അതെ, അൽഹംദുലില്ലാഹ്. ഞാനിപ്പോ കൂടുതൽ സംസാരിക്കുന്നില്ല, അതിനുവേണ്ടി മേക്കെടുത്തതല്ല. നമ്മുടെ വന്നിരായ റാഫി, സഖാഫി, കാമിലി ഉസ്താദുകളുടെ വളരെ പ്രൗഢമായ ഒരു ക്ലാസ്സാണ്. അൽഹംദുലില്ലാഹ്. ഏകദേശം 1.5 മണിക്കൂറോളായി എന്ന് തോന്നുന്നു. ഞാൻ പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും